ജയസൂര്യൻ സർ, നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഒരുപാട് CPM പാർട്ടി ആയാലും സർക്കാരിനെ ആയാലും പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഇപ്പോഴിതാ നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴിതാ പാർട്ടിയുടെ കിരീടത്തിലേക്ക് ഒരു പൊൻതൂവൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി ഒരു കേസിൽ പ്രതിയാകുന്നു, അതും ഒരു തട്ടിപ്പ് കേസിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥത്തിൽ കമ്മികളുടെ ഫീസ് ഊരി ED എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തൊക്കെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം? ഈ കരുവന്നൂർ കേസ് നീണ്ടുപോകുന്നു, നീട്ടിക്കൊണ്ടു പോകുന്നു. CPM BJP ഒത്തുകളിയാണ്, കേന്ദ്ര ഗവൺമെന്റ് അവരെ രക്ഷിക്കാൻ പോവുകയാണ്. ഇതൊക്കെയായിരുന്നല്ലോ ആക്ഷേപങ്ങളും ആരോപണങ്ങളും. പക്ഷെ സത്യം വളരെയേറെ സങ്കീർണമായ ഒരു കേസാണ് ഇത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി തന്നെ ഇതിൽ പ്രതിയായി വന്നിരിക്കുന്നു. പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ഇപ്പോൾ നിലവിലുള്ള MP K രാധാകൃഷ്ണൻ, നിലവിലുള്ള MLA AC മൊയ്തീൻ, ഇവർ രണ്ടുപേരും കേരളത്തിലെ മുൻ മന്ത്രിമാർ കൂടിയായിരുന്നു എന്ന് അറിയുമ്പോഴാണ് ഈ കേസ് എത്രമാത്രം ഗൗരവതരമായിരുന്നു എന്ന് മനസ്സിലാവുക. അത് മാത്രമല്ല, 128 കോടി രൂപ ED ഇതുവരെ കണ്ടുകെട്ടിക്കഴിഞ്ഞു. നേതാക്കന്മാരുടെ സ്വത്തുക്കളിൽ നിന്ന് തന്നെ 128 കോടി രൂപ കണ്ടുകെട്ടണമെങ്കിൽ നേതാക്കന്മാരുടെ സ്വത്ത് 128 കോടി ഉണ്ടല്ലോ. അതും വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് അത്ഭുതകരമായി നമുക്ക് തോന്നുന്നത് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഈ കേസിൽ 68ാമത്തെ പ്രതിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാവുന്നത്? അത് കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്, പകപോക്കലാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് എന്താ? ഇടപാടുകാരൻ, അതായത് ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ, തന്റെ ചെറിയ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ തന്റെ ഭൂമി പണയം വെച്ച് ചെറിയ ഒരു കടമെടുക്കുന്നു. ആ വ്യക്തി അറിയാതെ അദ്ദേഹത്തിന്റെ ഭൂമി ബാങ്കിലെ പണയത്തിൽ വീണ്ടും വെച്ചിട്ട് വലിയ തുക എടുക്കുന്നു. ഇത് ആ വ്യക്തി അറിയുന്നില്ല. എന്നിട്ട് ആ എടുത്ത തുക CPIM പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പോകുന്നു, ഏരിയ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പോകുന്നു, ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പോകുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം ശ്രീ AC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും ED നേരിട്ട് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ തെളിവുകളായി, അവരുടെ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സുവ്യക്തമായ തെളിവോടുകൂടിയാണ് ED ഇവരെ പ്രതി ചേർത്തിരിക്കുന്നത്, പാർട്ടിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കേസിന്റെ ഗതിയിൽ എത്രയെല്ലാം രഹസ്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും CPIM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും കുറ്റം ഏറ്റു പറയുന്നില്ല. ഈ പറയുന്ന നേതാക്കളെ തള്ളി പറയുന്നില്ല. അതിനു പകരം വളരെ നിസ്സാരന്മാരായിട്ടുള്ള ചില വ്യക്തികളെ, ബാങ്കിന്റെ ജീവനക്കാരെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് പാർട്ടി ഈ വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ED വിട്ടില്ല. അതുകൊണ്ട് ED വളരെ വ്യക്തമായ രീതിയിൽ ഇക്കാര്യങ്ങളിൽ ചോദ്യം ചെയ്ത് തെളിവുകൾ മുഴുവൻ ശേഖരിച്ച് ഇപ്പോൾ കേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തിന്റെ മാത്രം ഒരു തകർച്ചയല്ല, കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അപ്പാടെയുള്ള തകർച്ചയ്ക്ക് വഴിവെക്കും. കാരണം സഹകരണ ബാങ്കുകളിൽ പണയം വെക്കുന്നത്, പണം നിക്ഷേപിക്കുന്നത്, വായ്പ എടുക്കുന്നത് വലിയ കോടീശ്വരന്മാരോ വ്യവസായികളോ ബൂർഷ്വാകളോ ബഹുരാഷ്ട്ര കുത്തകകളോ ഒന്നുമല്ല. ഇതേ CPM-ന് വേണ്ടി കൊടിപിടിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, പാർട്ടിക്ക് പിരിവ് കൊടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന, വോട്ട് ചെയ്യുന്ന മുദ്രാവാക്യ തൊഴിലാളികളായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പൊ അവരെയാണ് പാർട്ടി ഔദ്യോഗികമായി വഞ്ചിച്ചിരിക്കുന്നത്. കേവലം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. രാഷ്ട്രീയപരമായി നമുക്ക് അങ്ങനെ പറയാമെങ്കിലും പാവപ്പെട്ട സഹകാരികൾ, കർഷക തൊഴിലാളികൾ, ചുവട്ട് തൊഴിലാളികൾ അടക്കം സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പാവങ്ങളുടെ പണമാണ്, അവരുടെ ഭൂമിയാണ്, അവരുടെ വീടാണ്, അവരുടെ കിടപ്പാടമാണ് തട്ടിയെടുത്തിട്ട് വ്യാജമായി വീണ്ടും പണയം വെച്ച്, അതായത് ഒരിക്കൽ അവർ ചെറിയ തുകയ്ക്ക് വേണ്ടി ബാങ്കിനെ സമീപിച്ചപ്പോൾ കൊടുത്ത ഭൂമി, കൊടുത്ത വീട്, കൊടുത്ത കെട്ടിടം അവരറിയാതെ അവരുടെ വ്യാജ ഒപ്പിട്ടുകൊണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പ് നടത്തി ആ പണം പാർട്ടി നേതാക്കന്മാർ കമ്മീഷനായി കൈപ്പറ്റിയിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്.
അപ്പോൾ പാർട്ടി ഇവിടെ പ്രതിസ്ഥാനത്ത് 68ാം പ്രതിയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, CPIM എന്ന് പറയുന്ന പാർട്ടി പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ നേതാക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന അവരുടെ സ്വത്തിൽ നിന്ന് 128 കോടി EDക്ക് കണ്ടുകെട്ടാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഇവരൊക്കെ പാവങ്ങളാണെങ്കിൽ ഈ 128 കോടി എങ്ങനെ കണ്ടുകെട്ടി? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്, പാവങ്ങളെ കൊള്ളയടിച്ച് ആ പണം മുഴുവൻ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി, നേതാക്കൾ ജനങ്ങളെ കൊള്ളയടിച്ച് എന്നിട്ട് അവരെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച് വീണ്ടും വീണ്ടും അധികാരത്തിലിരിക്കുകയാണ്. തുടർച്ചയായിട്ട് പാർട്ടി അധികാരത്തിലിരിക്കുക. അത് പാർട്ടിയുടെ സംസ്ഥാനത്തെ മുൻ മന്ത്രിമാരായിരുന്നവർ, ഇപ്പോഴത്തെ MP MLA സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവർ എന്നൊക്കെ പറയുമ്പോൾ അതിന് മുകളിൽ പിന്നെ ആരും ഇല്ല. പിന്നെ ഒരു സംസ്ഥാന സെക്രട്ടറിയും ഒരു അഖിലേന്ത്യാ സെക്രട്ടറിയും മാത്രമേ ഉള്ളൂ. എനിക്കൊരു സംശയം, പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രതിയായി വന്ന് ശിക്ഷ നേരിടുകയാണെന്നിരിക്കട്ടെ, നാളെ ശിക്ഷ വിധിക്കുകയാണെന്നിരിക്കട്ടെ, പാർട്ടിയെ ശിക്ഷിച്ചാൽ MA ബേബി അകത്ത് പോകുമോ, MV ഗോവിന്ദൻ അകത്ത് പോകുമോ, അതോ രണ്ടുപേരും കൂടെ പോകുമോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി പിന്നെ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചാൽ മതിയായിരിക്കും ആരെയാണ് അകത്തേക്ക് വിടേണ്ടതെന്നുള്ളത്. പക്ഷെ പാർട്ടി പ്രതിയാവുകയും പാർട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ തീർച്ചയായും പാർട്ടിക്ക് നിലവിലുള്ള അസ്തിത്വം ഇല്ലായ്മ ചെയ്യും. അങ്ങനെ വന്നാൽ പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി എന്നുള്ള നിലയിലോ അതോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലോ ഉള്ള അംഗീകാരം വരെ പിൻവലിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമാകും പാർട്ടി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ. ഇപ്പോഴത്തെ സാഹചര്യം തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ പാർട്ടി ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ തെളിവുകളും EDയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയം എന്നൊന്നും പറയാനില്ല, ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലേ CPM ഉള്ളൂ. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിധിയായിരിക്കും ഇതിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കരുതാം. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പാർട്ടി ഇത്തരത്തിൽ ഒരു എന്താ പറയാ EDയുടെ ഒരു കുരുക്കിൽ പെട്ടുകിടക്കുന്നു എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം മുതൽ ഈ വാർത്ത വന്നത് മുതൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ജയസൂര്യൻ സാർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടി കൂടി പ്രതിയാവുന്ന സ്ഥാനത്ത്, സാറ് തന്നെ സൂചിപ്പിച്ചതുപോലെ മുൻ മന്ത്രിമാരൊക്കെ ആയിരുന്നവർ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ പാർട്ടി കൂടുതൽ സമ്മർദ്ദത്തിലാവുകയല്ലേ? തീർച്ചയായിട്ടും പാർട്ടി സമ്മർദ്ദത്തിലാവുക തന്നെ ചെയ്യും. കാരണം പാർട്ടി ഇതിന് മറുപടി പറയണം, നേതാക്കൾ ഇതിന് മറുപടി പറയണം. ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ ആരോപണം എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ വിശദമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മൊഴിയെടുത്ത് തെളിവ് ശേഖരിച്ച് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇവരെയൊക്കെ ED ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് ഇനി കേവലം ആരോപണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നേരത്തെ ആണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഇപ്പോൾ K രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തു, SC മൊയ്തീനെ ചോദ്യം ചെയ്തു, തുടങ്ങി 100 കണക്കിന് നേതാക്കന്മാരെ ചോദ്യം ചെയ്തു. അവരൊക്കെ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെയൊക്കെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ തന്നെ അവർ EDയോട് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കുറ്റവാളികളാണ്. ഇനിയിപ്പോൾ കോടതിയോട് സമ്മതിക്കുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് ബാക്കിയുള്ളത്. അതും കൂടി പൂർത്തിയാക്കുമ്പോൾ പാർട്ടി പ്രതിക്കൂട്ടിലാവും, പാർട്ടിയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, നേതൃത്വം എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ ഒരു വലിയ സങ്കേതമായി മാറും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ടിനെ ഇത് ബാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി തന്നെ പ്രതിയാവുന്ന കാഴ്ച ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ KC രാധാകൃഷ്ണനും KC മൊയ്തീനും ഉൾപ്പെടെയുള്ള മുൻ മന്ത്രിമാർ, അങ്ങനെ നേതാക്കന്മാരൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുന്ന കാഴ്ച. പാർട്ടി 68ാമത് പ്രതിയാണ് സംഭവത്തിൽ. ED കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സമയത്ത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്, വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.